നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, യാദൃശികമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെ കാണേണ്ടത്. ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാകാം, ഓൾറെഡി അറിയാവുന്നതായിരിക്കാം. പക്ഷെ മറ്റു ചില രഹസ്യങ്ങൾ നിങ്ങൾ അറിയാത്തതായി ഉണ്ടാകാം. അത് ഈ വായനയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിശ്വാസത്തോടു കൂടി നമുക്ക് വായന ആരംഭിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തിക്ക് ഒരല്പം കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതൊരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കില്ല. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ പല കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്നില്ല, മനസ്സ് തുറക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെയും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പല സാഹചര്യങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരം ഈ വ്യക്തിക്ക് ലഭിക്കുവാൻ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. അതൊക്കെയും ഈ വ്യക്തി കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സറിയാനും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ മനോഭാവവും മാനസിക അവസ്ഥയും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ മനസ്സിലായാലും ഈ വ്യക്തി വളരെയധികം ഒരു കൂർമ്മ ബുദ്ധിയോട് കൂടി വളരെ സൈലന്റ് ആയിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, പല വ്യക്തികളെയും അടുത്തറിയുന്നുണ്ട്, സാഹചര്യത്തിനെ കുറിച്ച് ഈ വ്യക്തി പഠിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ആലോചന തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയും ഈ വ്യക്തി കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലും നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പല ഭാഗങ്ങളിൽ നിന്നും ചില ചതിവുകൾ ലഭിച്ചതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രപ്പോസൽ, കല്യാണാലോചന, അങ്ങനെ ഒരു രീതിയിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ വ്യക്തിയുടെ എനർജിയോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ വീട്ടുകാരുടെ എനർജിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പറ്റം നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും ടവർ മൂവ്മെന്റ് തന്നെയാണ്. അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് നിങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. നിങ്ങൾക്കാണെങ്കിലും ഈ വ്യക്തിയുടെ വീട്ടുകാരെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യവും ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടുകാരുടെയും ഇടപെടൽ, ശക്തമായ ഇൻവോൾവ്മെന്റ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ഈ വ്യക്തിയുടെ വീട്ടുകാര്, അവർക്ക് നിങ്ങളോട് അത്ര താല്പര്യമില്ലാത്ത രീതി, ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം പരിപൂർണവുമായി നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു തന്ത്രപ്പാടിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് തേർഡ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഈ വ്യക്തി ആദ്യമൊക്കെ അവർ പറയുന്നത് കേട്ടും അനുസരിച്ചും അവരുടെ കൺട്രോളിൽ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഈ വ്യക്തിക്കുള്ള സ്ഥാനം അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ സംസാരമായിട്ടും കോളുകളിലൂടെയും ചിലപ്പോൾ ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടാകാം. നമ്മൾക്കിത് വേണ്ട, അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വളരെയധികം ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകാം. ഇപ്പോൾ പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ആ ഒരു എനർജി ലഭിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതല്ല, ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടുകാരെ അറിയിച്ചു, അതൊരു കല്യാണത്തിലേക്കോ എൻഗേജ്മെന്റിലേക്കോ എത്തിച്ചു കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്തും ഇത്തരം സാഹചര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങൾ ഇതുപോലെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിൽ നിന്നും അവരുടെ ശക്തമായ ഇടപെടലിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, ഈ വ്യക്തിയുടേതായിട്ടുള്ള ചിന്താഗതികൾ. കാരണം അവർ വേണമെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിൽക്കുന്ന ആ ഒരു വീട്ടുകാര് വേണമെങ്കിൽ അമ്മയുടെ എനർജിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും എത്രമാത്രം വഴി തെറ്റിക്കുവാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും എത്രത്തോളം ഈ വ്യക്തിയെ അകറ്റുവാൻ സാധിക്കുമോ അത്രത്തോളം അവര് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യം ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പരിപൂർണമായിട്ടും തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ വീട്ടുകാരോട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലായ്മ, ഇഷ്ടക്കുറവ്, അകൽച്ച എന്നിവ ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടും ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ മാനസിക അവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ ഭയാനകരമായിട്ടുള്ള അവസ്ഥ. കാരണം ഒരു വശം വീട്ടുകാരുണ്ട്, മറുവശം നിങ്ങളും നിൽക്കുന്നു. മറ്റു പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെങ്കിൽ പോലും അതിലേക്കൊന്നും ഈ വ്യക്തിയുടെ കണ്ണുകൾ പോകുന്നില്ല. നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കണം. അത് വിദ്യാഭ്യാസത്തിലും സൗന്ദര്യത്തിലും പണത്തിലും ജാതിയിലും അങ്ങനെ ഒട്ടനവധി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ വ്യക്തി സ്നേഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്, നിങ്ങളുടെ സ്വഭാവത്തെയാണ്, നിങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള ആ ഒരു സമീപനത്തെയാണ്. പക്ഷെ അത് ഈ വ്യക്തിയുടെ വീട്ടുകാര് ഒരുപക്ഷെ സമ്മതിക്കുന്നില്ലായിരിക്കാം. തികച്ചും യാദൃശികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ പീരീഡ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെറിയ രീതിയിൽ, ചെറിയ തോതിൽ സംസാരിക്കുന്നുണ്ടാകാം. പക്ഷെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യവും തുറന്നു പറയാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കംപ്ലീഷൻ അല്ലാത്ത അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ദേഷ്യം വരുമായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം സങ്കടം, ദുഃഖം, അല്ലെങ്കിൽ തല്ലുപിടിക്കാനുള്ള ആ ഒരു മനോഭാവം. ഇങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷെ ഒരു പരാതിയായിട്ട് ഈ വ്യക്തിയോട് എപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെയും നിങ്ങളുടെയും മ്യൂച്വൽ ഫ്രണ്ട്സിനോട് നിങ്ങളിത് പങ്കുവെക്കുന്നുണ്ടാകാം. അങ്ങനെ പല തരത്തിലൂടെ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് ചൂഴ്ന്നെടുക്കാനും ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിക്ക് ഒരിക്കലും ഈ വ്യക്തിയുടെ വീട്ടുകാരെ നിങ്ങളുടെ മുന്നിൽ മോശമാക്കി പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയുള്ള ഒരു കമ്മിറ്റ്മെന്റിനോടാണ് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷെ എവിടേക്കോ ഈ വ്യക്തി ഒരു മന്ദതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത് ഒരുപാട് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു റെസ്റ്റിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നിങ്ങളോടുള്ളത് തന്നെ ഈ വ്യക്തി വളരെയധികം
ഒരു ബ്രേക്ക് ഇട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഇട്ട് നിർത്തിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പോലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു കറക്റ്റ് ഉത്തരം ലഭിക്കുവാൻ വേണ്ടി ചോദിച്ചാൽ പോലും ഈ വ്യക്തി പറയുന്നത്, എനിക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനാവില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ നിസ്സഹായനാണ്, ഞാൻ നിസ്സഹായയാണ്, ഐ ആം ഹെൽപ്ലെസ് എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയും നമ്മൾക്ക് അത് പറയാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങളുടെ മാനസികാവസ്ഥയും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നീതി ലഭിക്കണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. സ്ട്രെങ്ത് ഈ വ്യക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ എനർജിയിലേക്ക് ഈ വ്യക്തി എത്തിപ്പെടാനായി നിങ്ങളും പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട്. സ്നേഹത്തിന്റെ പാനപാത്രം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരിക്കലും വറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിസ്സഹായനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരിക്കലും നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതല്ല. ഒരു പൂർണ്ണ സൂര്യനെ പോലെ ഉദിച്ചു വരണം, അല്ലെങ്കിൽ ഒരു അസ്തമയത്തിന് ശേഷം ഒരു ഉദയമുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തിക്ക് ഉപേക്ഷിക്കാമായിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരുപാട് വ്യക്തികൾ തടസ്സം നിന്നപ്പോൾ തന്നെ നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞ് ഈ വ്യക്തിക്ക് പോവാമായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വേണ്ട എന്ന് വെക്കാമായിരുന്നു. അപ്പോൾ ഈ വ്യക്തി അതിന് തയ്യാറല്ല. അത് പൊരുതി നേടുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തിയുടെ വളരെ നല്ല പ്ലസ് പോയിന്റ് തന്നെയാണ്. അതൊരിക്കലും നമുക്ക് അത് മോശമാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി പവർഫുൾ അല്ല, ഈ വ്യക്തിയെ കൊണ്ടൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ നിസ്സഹായനാണ്, കഴിവില്ലാത്തവനാണ്, ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. എന്നാൽ മാത്രമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താൽ മാത്രമാണ് ഈ വ്യക്തിക്ക് സ്ട്രെങ്ത് ലഭിക്കുകയുള്ളൂ. മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു ബലം, കോൺഫിഡൻസ്, അത് നിങ്ങൾ തമ്മിൽ സംഭവിക്കാൻ പോകുന്ന റിയൂണിയനെ നല്ല രീതിയിൽ ബാധിക്കും. അതായത് നിങ്ങളുടെ മനോഭാവം, നിങ്ങൾ നെഗറ്റീവായാൽ ആ വ്യക്തിയും നെഗറ്റീവാകും. മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരികയും ചെയ്യും. എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ കൂടെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വായനയിൽ നിന്നും വ്യക്തമാകുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.